I give you my word, dance പഠിച്ചിട്ട് effeminate ആവില്ല. Raju had already dubbed and kept a track for reference. Entire portion with dialogues. Lalatin perform ചെയ്യുന്ന pages of dialogues ആണ്. Fahad Fasil as an actor, I've been an ardent fan. മനുഷ്യ വരുമ്പോൾ ഒരു അലാറം ഇട്ട പോലെയാണ് അങ്ങനെ കേൾക്കും. She was like an angel. അപ്പം ഇന്ന് ഉണ്ടെങ്കിൽ definitely like Shobana, she would have been a highly academic dancer. For almost 40 years, Malayalam film industry. You literally grew up with Malayalam films. Our journey, തുടക്കം മുതലൊന്ന് just ഒരു ആക്ച്വലി ചെറുപ്പം മുതലേ ഭയങ്കര ആർട്സിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. ആൻഡ് ഐ ടോൾഡ് യു നോ ഫ്രം ദ ടൈം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഐ ബീൻ ഡാൻസിങ്. സോ ദിസ് യൂഷ്വലി ദിസ് ചാർജ്ഡ് അപ്പ് ലിറ്റിൽ കിഡ്സ് നോ മ്യൂസിക് ഇട്ട ഉടനെ ഡാൻസ് ചെയ്യും. അത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെയും ഇംപ്രസ് ചെയ്യാനൊന്നുമല്ല. ഇറ്റ് ജസ്റ്റ് നാച്ചുറലി കെയിം. ആൻഡ് മൈ പേരൻസ് രണ്ടാളും പ്രൊഫഷണൽസ് ആണ്. അമ്മ ഡോക്ടറും അച്ഛൻ ലോയറായിരുന്നു. പക്ഷെ അവർ വളരെയധികം കലാസ്നേഹികളായിരുന്നു. ഒരുപാട് ഇങ്ങനത്തെ കൾച്ചറലി ഓറിയൻറ്റഡ് പ്രോഗ്രാംസിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ പത്മിനിയമ്മ എൻ്റെ വല്യമ്മയാണ്, അച്ഛൻ്റെ ഏട്ടൻ്റെ വൈഫ്. പപ്പിമ്മയാണ് ആദ്യമായിട്ട് ഷീ സ്പോട്ടഡ് ദിസ് ആൻഡ് ഐ വാസ് വെരി ക്ലോസ് ടു. ആ സമയത്ത് തന്നെ വല്യമ്മ വാസ് ഔട്ട് ഓഫ് ലൈം ലൈറ്റ്. മാരേജ് കഴിഞ്ഞ് US-ലൊക്കെ സെറ്റിൽ ചെയ്ത സമയമായിരുന്നു. അവരുടെ പ്രൈം ടൈമൊക്കെ കഴിഞ്ഞ സമയമാണ്. സോ വെക്കേഷന് വരും. അപ്പം നാട്ടിൽ സംടൈംസ് തലശ്ശേരിയിൽ വരും, മദ്രാസിൽ വരും. ആൻഡ് തലശ്ശേരിയിൽ വരുമ്പം ഫോർച്ചുനേറ്റ്ലി അവർ വരുന്ന സമയത്ത് ഐ വാസ് ദെയർ. എന്താണ് എനിക്ക് ഓർമ്മയില്ല, ബിക്കോസ് എനിക്കൊന്ന് പ്രീ സ്കൂൾ ചെയ്യുമ്പോൾ അവിടെ ഉണ്ട്. സോ എനിക്ക് ഇൻഹിബിഷൻ ഒന്നുമില്ല. ഡയറക്റ്റ്ലി അറ്റാക്കാണ് അബൌട്ട് ഫിലിംസ് വാട്ട് എവർ. ആ ചെറിയ പ്രായത്തിൽ എനിക്കറിയാം ഷി വാസ് എ ബിഗ് സ്റ്റാർ. പക്ഷേ ഈ ഒരു മാഗ്നിറ്റ്യൂഡാണെന്നൊന്നും റിയലൈസ് ചെയ്യാനുള്ള പ്രായം. ഷി വാസ് ലൈക്ക് ഇന്ന് വെൻ ഐ ടേൺ ബാക്ക് ഉണ്ട് അവരുടെ പപ്പിമേൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ നോക്കുമ്പം ലൈക്ക് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റൽ വർക്കാണ്. വെദർ അത് ഡാൻസ് ആയാലും അഭിനയമായാലും എക്സ്ട്രോഡിനറി ആർട്ടിസ്റ്റ് ആയിരുന്നു പപ്പിമ. സോ ഞാൻ അന്നേരം സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ഒന്നുമില്ല. അപ്പം അവരാണ് പപ്പിമയാണ് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ഇവനെ പഠിപ്പിക്കണം എന്നാണ്. സോ അങ്ങനെ ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് അറ്റ് 3 ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കുഞ്ഞിരാം ചേവഞ്ചേരി കുഞ്ഞിരാം നായർ അച്ഛൻ്റെ കീഴിലാണ് ജസ്റ്റ് ഒരു ഫസ്റ്റ് തുടങ്ങുന്നത്. കൊയിലാണ്ടി ആയിരുന്നു. അമ്മ അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഇനിഷ്യൽ ട്രെയിനിങ്. അതെ, ജസ്റ്റ് സ്റ്റാർട്ടഡ് അത്രേ ഉള്ളൂ. അത് ഞാൻ അധികം റെഗുലറായിട്ടൊന്നും പോയിട്ടില്ല സാർ. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഷോപ്പിൻ്റെ മുകളിൽ ഒരു ആറ്റിക് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു മാഷിൻ്റെ പീടി, അല്ല ഇത് ക്ലാസ്. അതെ, അപ്പം വുഡൻ ഫ്ലോർ ആയിട്ട് ഇത് അടിക്കുമ്പം ഈ ഒച്ച വരുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മൈ മസ്റ്റ് ബി 3.5. പക്ഷെ ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. ആ മെമ്മറി എനിക്കുണ്ട്. അവിടെ നിന്നാണ് ഈ അടവുകൾ ചെറുതായിട്ട് തുടങ്ങി. ദെൻ ഓഫ് കോഴ്സ് വി കെപ്റ്റ് ഷിഫ്റ്റിംഗ്. തലശ്ശേരിയിൽ ഐ ഹാഡ് ടു സ്റ്റഡി, ദെൻ ഊട്ടി. സോ അവിടെ നിന്നെല്ലാം ഇറ്റ് വെൻറ്റ് ഓൺ. പക്ഷെ ഒരു സയൻറ്റിഫിക് ആയിട്ടോ ഒരു സിസ്റ്റമാറ്റിക് ഒരു പെഡഗോജി ഉണ്ട് ഇതിന്. ഇറ്റ്സ് എ വേ യു ലേൺ ദ ബേസിക്സ്. ആൻഡ് സോ അങ്ങനെ ഒരു ട്രെയിനിങ് അല്ല. ഹിയർ ആൻഡ് ദെയർ പഠിച്ചു. പക്ഷെ മേ ബി ഒരു ഇൻബോൺ ഒരു വാസന ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അഡാപ്റ്റ് ചെയ്യാൻ പറ്റി. സോ അങ്ങനെ അതായത് എൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ജേർണി സ്റ്റാർട്ടഡ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ കുട്ടിയൊക്കെ ജനറലി ഒരു ഫാസിനേഷൻ ടു films and songs and colorful dances and so good looking people. അത് ഏത് കുട്ടീനെ പോലെ അന്നും എനിക്ക്. പക്ഷെ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സീരിയസ്നെസ്സോ ഇതിൻ്റെ പിന്നിൽ ഇത്രയും സോ മച്ച് ടു ലേൺ, സോ മച്ച് ഓഫ് ടെക്നിക്സ് യു ഷുഡ് മാസ്റ്റർ, അതൊന്നും അറിയില്ല. സോ അങ്ങനെ ഫാസിനേഷൻ ഓൾവേസ് അബൌട്ട് സിനിമ. അപ്പോൾ എനിബഡി ലൈക്ക് യു വുഡ് ലവ് ടു സീ യുവർ സെൽഫ് ദെയർ ഓൺ ദ സ്ക്രീൻ ഓർ ഡു എ നൈസ് ഡാൻസ്. അങ്ങനെ തന്നെ ആയിരുന്നു. ആ സമയത്ത് 82 ഐ തിങ്ക് പപ്പിമ ത്രൂ ആണ് ഭക്തധ്രുവ മാർക്കണ്ഡേ എന്നിട്ട് ഭാനുമതി അമ്മ ചെയ്യുന്ന ഒരു ചിൽഡ്രൻസ് ഫിലിമിലാണ് പപ്പിമ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ മദ്രാസിൽ പോവാണ്. ഐ വാസ് ഇൻ 6th ഐ തിങ്ക്. വന്ന സമയത്ത് എന്താണ് ചെറുതാണ് ലൈക്ക്. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു എ സ്റ്റുഡിയോ. ആൻഡ് ശോഭന, അന്ന് ശോഭന നമ്മൾ ഒരേ ഏജ് ഗ്രൂപ്പാണ്. ഷീസ് യങ്ങർ ദാൻ മീ ആക്ച്വലി. ശോഭന അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ സിനിമയാണ്. അതായത് കുട്ടികൾ തന്നെ വലിയ ക്യാരക്ടേഴ്സ് ചെയ്യും. ഇപ്പോൾ മാർക്കണ്ഡേൻ്റെ അമ്മയായിട്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. രോഹിണി വാസ് ദെയർ. So that was my first introduction to a studio, and I see this great lady. Bhanumati Amma was a legend.
ആൻഡ് ഷി വാസ് ഡയറക്റ്റിംഗ് ആ സമയത്ത്. അതും അവരും എല്ലാം ഈ ഔട്ട് ഓഫ് ലൈം ലൈറ്റ് വന്നിട്ട് റിലാക്സ് ചെയ്യുന്ന ടൈമാണ് അതൊക്കെ. അതിന് പണ്ട് MJRന്റെ ഹീറോയിനായിട്ടൊക്കെ വന്നതാണ്. സോ ആ പിക്ചർ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് മെമ്മറി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 10-60 ദിവസം അവിടെ നിൽക്കണം. ഇവിടെ സ്കൂളുണ്ടായിരുന്നു, പെർമിഷൻ കിട്ടൂല സ്കൂളിൽ നിന്ന്. ആൻഡ് ഐ ഹാഡ് ജസ്റ്റ് ജോയിൻഡ് അപ്പോൾ തലശ്ശേരി സെൻറ്റ് ജോസഫ്സ്. സോ ഐ ഹാഡ് ടു കം ബാക്ക്. പുതിയ ജനറേഷൻ now you work with the masters now അവരുടെ മക്കൾ അങ്ങനെ അവരുടെ മൂവിയിലൊക്കെ how is the experience? I mean you miss those old times or is it like the new generation? Not missing the old times. All old times are all very precious. I'll never miss it. It's always alive in me. So I don't miss that. Younger, absolute delight. See, എല്ലാം എന്ത് പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫോർമുല ഇസ് ഹൗ ഇസ് ദ ടീം ഓഫ് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് ഹൂസ് വർക്കിംഗ് ഫോർ ദാറ്റ് പ്രോജക്റ്റ്. അതിൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് അത് ഒരു കൺവിക്ഷനുള്ള ഒരു ലെവൽ ഹെഡഡ് ആൻഡ് വെരി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാം വിൽ ഫോളോ. അത് ഇതിൻ്റെ ഒരു ബേസിക് റൂളാണ്. So our captain of the ship is the main person, director. This is my observation and you know. പക്ഷേ പഴയ വർക്ക് കൾച്ചറായിട്ട് ഇപ്പോഴത്തെ ഒരു അതെ വർക്ക് കൾച്ചറിൽ എനിക്ക് തോന്നിയത് മെയിൻലി ഇപ്പം ഞാൻ അങ്ങനെ അധികം ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് വെരി ഫ്യൂ ന്യൂ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ കുറച്ച് പേരോട്. പക്ഷേ ഐ ഹാഡ് വെരി പ്ലസൻറ്റ് ആൻഡ് ലവ്ലി ടൈം. Only thing is working pattern മാറി. അന്നത്തെ ക്രാഫ്റ്റ് വാസ് എവറിത്തിങ് വുഡ് ബി പ്ലാൻ. ഷോർട്ട് ഡിവിഷൻ വുഡ് ബി ദെയർ ആൻഡ് എ സീൻ ഉണ്ടെങ്കിൽ ഇത്ര ഷോട്ട്സ് ഉണ്ട്, 10-15 ഷോട്ട് ഉണ്ട്, അതിൽ ഇത്ര ട്രോളി, ഇത് ക്രെയിന്, ലാസ്റ്റിലൊരു മാസ്റ്റർ ഷോട്ട്, ഇതിൽ 4 ക്ലോസപ്പ്. ദേ വുഡ് ഹാവ് ഫിക്സ്ഡ് എവറിത്തിങ്. ആൻഡ് നമ്മൾ ഇന്നിപ്പോൾ ഈ റൂമിലിരിക്കുന്ന ഒരു സീനാണ്. ചിലപ്പോൾ ആദ്യം സിത്താരയുടെ ഒരു ക്ലോസിലായിരിക്കും ആരംഭിക്കേണ്ടത്, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ലോങ് ഷോട്ട്, ഒരു ട്രോളി ഇങ്ങനെ വരണം. സോ ദേ വിൽ ഗോ ഇൻ ദറ്റ് ഓർഡർ. ആൻഡ് ആ ഷോട്ട് മാത്രമേ അന്നുള്ളൂ. നിങ്ങളുടെ ഒരു റിയാക്ഷനാണ് ഇവിടെ എങ്കിൽ കട്ട്. അത് കഴിഞ്ഞാൽ ആ ഒന്നിങ്ങനെ നോക്കുന്ന ഒരു റിയാക്ഷൻ കഴിച്ച് ആ ഷോട്ട് എടുത്തു. ദെൻ യു ഗോയിങ് ടു ദ നെക്സ്റ്റ് ഷോട്ട്. നൗ ദ തിങ് ആൻഡ് അന്ന് ഫിലിമായിരുന്നു. സോ ഇറ്റ് വാസ് എക്സ്പെൻസീവ് ആൻഡ് യു കാൺ ജസ്റ്റ് ഗോ ഓൺ ഷൂട്ടിംഗ് ലൈക്ക് ദാറ്റ്. യു ഹാഡ് ടു ബി വെരി പ്ലാൻഡ്. ആൻഡ് ഒരു ലെങ്തി ഷോട്ടൊക്കെ അന്നുണ്ടെങ്കിൽ ഒരു 25-30 വയസ്സ് റിഹേഴ്സ് ചെയ്യും എല്ലാവരും. ബിക്കോസ് ഫിലിം വാസ് വെരി എക്സ്പെൻസീവ് അന്ന്. സോ അങ്ങനെ ഒരു അവെയർനെസ് ആർട്ടിസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ് രാവിലെ ഒന്നും കഴിച്ചില്ലേ, നല്ല ഫിലിം നല്ലോണം കഴിക്കണ്ടല്ലോ എന്ന് പറയും ഡയറക്ടേഴ്സ്. പറയും എന്താ കൊടുക്കുക, രാവിലെ ഭക്ഷണം കഴിച്ചില്ല എന്നൊന്നും. ഇവിടെ ഇരുന്ന് 15ാമത്തെ ടേക്കായി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പൈസ പോവാണേ ലൈക്ക് സോ അങ്ങനെ ഒരു ഭയങ്കര ഒരു കോൺഷ്യസ് നമുക്കൊരു ഇതുണ്ടായിരുന്നു. വി വെർ അലേർട്ട് ആക്ടേഴ്സ്. സോ യു വുഡ് ബി വെരി പക്ക വിത്ത് യുവർ ലൈൻസ് ആൻഡ് ഇത് ഇങ്ങനെയായിരുന്നു ഒരു ക്രാഫ്റ്റ് അന്ന്. പക്ഷെ അതിന് ലോഡ് ഓഫ് പ്രിപ്പറേഷൻ വാസ് റിക്വയർഡ് ആൻഡ് യു കാൺ ജസ്റ്റ് ഗോ ദെയർ ആൻഡ് റാൻഡം ഇഷ്ടത്തിന് എടുക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് യു ഷുഡ് നോ. അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഐ എം ജസ്റ്റ് സെയിങ് generally that's how it was. Now it is, after it became digital, now the process has changed. Like mostly they take master shots. If this whole scene is one scene where I enter and all of us interact, you have your dialogues, he has, I have a confrontation with her, suddenly he gets up to hit me. So ingane oru sequence onu irukka adoru master ividunnu edukku adhyam whole thing. So you should be thorough with your lines, you should be thorough with your lines, I should be thorough. ഒരു 10 പേജ് സീൻ ആയിരിക്കും ചിലപ്പോൾ. പക്ക ആയിരിക്കണം എല്ലാവരും പഠിച്ച്. നോ പ്രോംപ്റ്റിങ് ഓൾസോ. സിങ് സൗണ്ട് ആണെങ്കിൽ യു കാൺ പ്രോംപ്റ്റ്, യു നീഡ് ടു ലേൺ. അത് അവിടെ നിന്ന് എടുക്കും. പിന്നെ ആ ആംഗിളിൽ നിന്ന് എൻ്റെ ക്ലോസപ്പ് ഒന്ന് എടുക്കും, നിങ്ങളുടെ ക്ലോസപ്പ് ഒന്ന് എടുക്കും. സോ ഈച്ച് ടൈം എവറിബഡി ഹാസ് ടു പെർഫോം ദ ഹോൾ തിങ്. ഇറ്റ്സ് ഫിസിക്കലി എക്സോസ്റ്റിംഗ്. ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ഐ ഫൈൻഡ് നൗ ഫോർ മൈ ജനറേഷൻ. പക്ഷെ എനിക്കൊന്ന് ഇപ്പോഴത്തെ ആൾക്കാർ ഇതേ മോർ. പക്ഷെ അതിൽ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ വൺസ് യു പക്ക വിത്ത് ദ ഡയലോഗ്സ്, യു പെർഫെക്റ്റ്ലി മെമ്മറൈസ് ചെയ്ത് നമ്മൾ അത് തറോ ആണെങ്കിൽ ആൻഡ് ഒരു 2 റിഹേഴ്സൽ നമ്മൾ ആക്ഷൻസ് ഓക്കെ ആണെങ്കിൽ ആ സ്പോണ്ടേനിറ്റി പോവാതെ യു ഷുഡ് ബി ഏബിൾ ടു പെർഫോം. അത് ഇപ്പോഴത്തെ ഒരു ചാലഞ്ചാണ് ഫോർ ആൻ ആക്ടർ.
ഐ തിങ്ക് ജനറലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ്. നമുക്ക് ആദ്യം ഒരു മാസ്റ്റർ പോവാന്ന് പറയും. അതിലൊരു ഷോട്ട് എന്തോ എടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം വേറെ ക്ലോസ് തന്നെ അതേ whole thing will be repeated in a close. That's because it's digital. You can take as many times as you want. So that is a huge change that's come and it's quite demanding for actors now. ഞാൻ വർക്ക് ചെയ്ത പടങ്ങളിലൊക്കെ എനിക്ക് I had extraordinarily organized people and value of time, which is very important. And respect the others. മറ്റുള്ളവരുടെ ടൈമും റെസ്പെക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത അഖിലായാലും ഇപ്പോൾ 2-3 പടം ചെയ്തു. ജോഷി എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഒരു ഇത് ചെയ്തു. ദെൻ ഇന്ദുലക്ഷ്മി, ഇപ്പോൾ ഐ വർക്ക് നില, ദെൻ ഐ വർക്ക് വിത്ത് പവൻകുമാർ ധൂമം. എല്ലാം എക്സ്ട്രീംലി മാസ്റ്റർ ഷോട്ട്സ് ഒക്കെയാണ്, പക്ഷേ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ദേ വുഡ് ഷൂട്ട് ആൻഡ് വി വുഡ് പ്രിപ്പയർ അവർ സെൽവ്സ്. ദാറ്റ് ഈസ് ഹൗ ദ സിസ്റ്റം ഇസ് നൗ. ഇറ്റ് ക്യാൻ ബി ഫിസിക്കലി ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ് ചില സമയത്ത്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനും യു നീഡ് ടു മാർക്കറ്റിംഗ് ഇതിനൊക്കെ പണ്ടങ്ങനെയില്ല. അതെ, യു ഹാവ് ടു ഗോ. പക്ഷെ അതിലും ഇപ്പം ദേ ഹാവ് കോൺട്രാക്റ്റിലൊക്കെ ഇത്ര ദിവസം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. ബിക്കോസ് അതെല്ലാം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ലൈക്ക് ബിക്കോസ് ഇന്ന് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ദർ ഇസ് സോ മച്ച് ഓഫ് ആക്ടിവിറ്റീസ് ഹാപ്പനിങ്. So people are so busy, so they are not really bothered about whether this film is coming. So just to alert them, ഇങ്ങനെ ഒന്നുണ്ട്, സമയം കിട്ടണം, ഒന്ന് പോയി കാണാം, അത്രയേ ഉള്ളൂ. So അത് as actors, when you say it, it makes, because people they like you. I'm talking about big stars and when they come and market. പക്ഷെ അതിൽ I think you should have ഒരു limited, ഒരു 1 or 2 ഒരു group thing where you talk about the film. Sometimes what happens is it just goes out of board, like they just go into other issues and they instigate and all, which I don't agree. But ultimately the product should be good, the story should be good, people should like it. ഈ മാർക്കറ്റിംഗ് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ. ഇങ്ങനെ ഞങ്ങൾ വരുന്നുണ്ട്, തിയേറ്ററിലുണ്ട്, ഒന്ന് കണ്ടാൽ വലിയ അതാണ്. പക്ഷെ that's important because as I told you, പലർക്കും പല there's so many things in life and they might not have time for all this. എനിക്ക് ബാബുക്കൻ്റെ ഫോൺ കോൾ വരുന്നത്. ബാബു ഷാഹ് എന്ന് പറഞ്ഞാൽ പാച്ചിക്കയുടെ പ്രൊഡക്ഷൻ സൗബിൻ്റെ അച്ഛൻ. സോ ഹി വാസ് എ വെരി സീനിയർ പ്രൊഡക്ഷൻ കൺട്രോളർ കം എക്സിക്യൂട്ടർ ഫോർ ഓൾ ഫാസിൽ സാസ് ഫിലിംസ്. ഇവരുടെ എല്ലാം സിദ്ദിഖ് ലാലിൻ്റെ ആ ഒരു ടീമിൻ്റെ ഒരു ഹെഡായിരുന്നു ബാബുക്ക. ബാബുക്കയാണ് എന്നെ വിളിക്കുന്നത്. ഇനി ഇതിങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിലിങ്ങനെ ഒരു ജിപ്സി ബോയിൻ്റെ റോളാണ്. ദാറ്റ് ഈസ് വെൻ ഇറ്റ് ഡൈജസ്റ്റഡ് ഇൻ മീ. അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായിരുന്നു ആക്ച്വലി അന്ന്. ഈശ്വരൻ, ഞാൻ എങ്ങനെയായിരിക്കും ബിക്കോസ് ഐ നെവർ ഡൺ കോമഡി, അങ്ങനെയൊന്നുമില്ലല്ലോ. ഞാൻ ഐ വാസ് മോർ ഇൻ ടു എംപ്റ്റിസസ് ആൻഡ് അങ്ങനത്തെ റോൾസൊക്കെ ചെയ്യുന്ന സമയം അന്ന്. സോ അങ്ങനെ ഒരു പ്രോജക്റ്റിൽ അവർ വരും. ഐ വാസ് സോ എക്സൈറ്റഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് വന്ന്, അതാണ് ഫസ്റ്റ് ടൈം ഐ എം മീറ്റിംഗ് ദം. സോ അത് ഇവിടെ ഒരു ഹോട്ടലിൽ താഴെ ഒരു സ്വീറ്റ് റൂമിലാണ് ഇവർ. അപ്പം എൻ്റെ റൂം മേലായിരുന്നു. അപ്പം രാവിലെ ഞാൻ രാത്രി എത്തി, മോർണിംഗ് ജസ്റ്റ് ടു മീറ്റ് ദം. ഷൂട്ടിംഗ് ദ നെക്സ്റ്റ് ഡേ. ഞാൻ പോകുമ്പോൾ ഇവർ രണ്ടുപേരും ഇരിക്കുകയാണ്. ഒരാൾ കട്ടിലിരിക്കുന്നുണ്ട്. ലാലേട്ടൻ വാസ് ലൈങ് ഡൗൺ ഐ തിങ്ക്. ആൻഡ് ഞാൻ അവിടെ ഇരുന്നു. ഐ തിങ്ക് കുട്ടേട്ടൻ ക്യാമറ ഹി വാസ് ദ. അപ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് മീറ്റ് ചെയ്തു. കാഷ്വൽ ടോക്ക്, ഇൻട്രൊഡക്ഷനെല്ലാം കഴിഞ്ഞു. ഹി സ്റ്റാർട്ടഡ് ദ നരേഷൻ. അത് ഞാൻ ഇന്നും ഐ ട്രഷർ ദ നരേഷൻ. അതായത് ഇറ്റ് വെൻറ്റ് ഓൺ ഓൾമോസ്റ്റ് ടിൽ 12:30. 10 മണിക്ക് തുടങ്ങി ഒരു 12:30 വരെ ഫസ്റ്റ് ഹാഫ്. നമുക്ക് ഭക്ഷണം കഴിക്കല്ല, ലഞ്ച് കഴിച്ച് സെക്കൻഡ് ഹാഫ്. ആൻഡ് ഐ വാസ് ഞാൻ ആ ഫുൾ കഥ ഇത് മനോഹരമായിട്ട് സിദ്ദിഖേട്ടനാണ് മെയിൻലി നറേറ്റീവ്. ലാലേട്ടൻ വുഡ് ആഡ് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അപാര സ്റ്റോറി ടെല്ലറായിരുന്നു അവർ. ഈവൻ നെറേഷനിൽ ക്രാഫ്റ്റ് ഇസ് അനദർ തിങ്, ബട്ട് യു ഷുഡ് നോ ഹൗ ടു നെറേറ്റ് യുവർ സബ്ജക്റ്റ്. അത് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഫാസിൽ സാർ വാസ് ലൈക്ക് ദാറ്റ്. ഹി വാസ് എ മാസ്റ്റർ ഇൻ നെറേറ്റിംഗ്. he'll make you feel, you'll just ആ ഒരു ടൈമിൽ you'll just travel with those characters. That was the power of these filmmakers. And കാബൂളിവാല എനിക്ക് തോന്നുന്നു ഇന്നും ഞാൻ
അത്രയധികം എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 2 പടങ്ങൾ ഇഫ് യു ആസ്ക് മീ ഓൾവേസ് ഇൻ മൈ മൈൻഡ്. വൺ ഇസ് ആവാരം ടു കാബൂളിവാല. അതായത് എവ്രി ഡേ വാസ് എ ഫെസ്റ്റിവൽ മൂഡായിരുന്നു. ജോയ് വാസ് അബ്സല്യൂട്ട് ജോയ്. അതിൻ്റെ കൂടെ ഡയലോഗ്സ് ഉണ്ട്, ഇൻറ്റൻസ് സീൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ വി യൂസ് ടു ഹാവ് എ ഫെൻറ്റാബുലസ് ടൈം വിത്ത് ദീസ് 2 ഗ്രേറ്റ് ലവബിൾ പീപ്പിൾ. ദേ വർ സോ നൈസ്, ലോട്ട് ഓഫ് ഹ്യൂമർ. അതായത് ഇങ്ങനെ സ്പോണ്ടേനിയസ്ലി ഇങ്ങനെ വരും. അവർക്ക് നോൺ സ്റ്റോപ്പാണ്. ആൻഡ് യു ഹാവ് ദ 2 ഐക്കോണിക് ഇന്നസെൻ്റ് ചേട്ടൻ്റെ. അവരുടെ ഇടയ്ക്ക് ഞാനിങ്ങനെ സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ, ബിക്കോസ് ഇവർ രണ്ടാളും ഭയങ്കരമായിട്ട് ഇംപ്രൂവൈസ് ചെയ്യും. ഓൾ ദോസ് സീൻസ് ഞാൻ ഐ ഹാവ് ടു ബി ഡെഡ് സീരിയസ് ഇൻ ദാറ്റ്. എവിടെടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ പറയുന്നത്. എനിക്കാണെങ്കിൽ ഇന്നസെൻ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ചിരിക്കും ഞാൻ. എന്നിട്ടിങ്ങനെ നുള്ളിയിട്ടൊക്കെ ഇങ്ങനെ ചിരി. അതിലൊരു സീനുണ്ട്, ഈ പട്ടി ഈ സർക്കസിലേക്ക് പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ പുലി എന്ന് പറഞ്ഞിട്ട് പമ്പിളിച്ചേട്ടൻ ഓടി വരും. ഞാൻ പറയാം അത് മറ്റേ ആ പട്ടിയാന്നിട്ട് ഇവർ തിരിഞ്ഞ് നോക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. ടേക്കിൽ ഇന്നസെൻ്റ് എന്തോ ഇംപ്രൂവൈസ് ചെയ്തു അമ്പിളിച്ചേട്ടനും. എനിക്ക് ചിരി വന്നിട്ട് നിറച്ചു ആളൊക്കെ നിൽക്കുന്നുണ്ട്. വി ഹാവ് ടു ഫിനിഷ് ദാറ്റ് ആൻഡ് ഗോ. ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അത് ഇന്നും ആ സീൻ കണ്ട യു ക്യാൻ സീ ഒരു അണ്ടർലൈൻ ചിരി ഇൻ മീ. ആക്ച്വലി ഇഫ് യു വാച്ച് ദറ്റ് സീൻ നൗ, ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി എന്തോ അഡ്ജസ്റ്റ് ചെയ്ത് ബിക്കോസ് ചിരിച്ചാൽ പോയി. ഇവരുടെ അമ്പിളിച്ചേട്ടനൊക്കെ ഭയങ്കര സ്പോണ്ടേനിറ്റി പെർഫെക്റ്റ്ലി ചെയ്ത് കഴിഞ്ഞ് ഇഫ് ദ ടേക്ക് ഡസൻ ഗെറ്റ് ഓൾറെഡി ഹീൽ ഗെറ്റ് ആംഗ്രി. സോ യു കാൺ ഫൂൾ അറൗണ്ട്. അവിടെ പോയി ചിരിക്കാനൊന്നും പറ്റില്ല. സോ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എങ്ങനെയൊക്കെ ആ ചിരി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇന്നും ആ ഷോട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ആൻഡ് ഇറ്റ് ആക്ച്വലി എൻ്റെ കരിയറിൽ എനിക്കൊരു ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് തന്ന സിനിമയാണ്. ഫ്രം ദിസ് വില്ലേജ് ഇമേജ് എന്നുള്ളൂ കുറച്ചൊരു സ്റ്റൈലൈസ്ഡ് ആയിട്ടും കുറച്ച് ഒരു റൊമാൻറ്റിക് ഒരു എന്താണ് പറയുക, ഒരു സ്റ്റൈലൈസ്ഡ് ഹീറോ ഇമേജ് എന്നത് കാബൂളിവാലയാണ്. ഹീസ് എ ഗ്രേറ്റ് ലോസ്. സിദ്ദിഖേട്ടൻ ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ബീങ്, അദ്ദേഹം കൊണ്ടുവന്ന ദറ്റ് സ്റ്റൈൽ ഓഫ് സിനിമ, അയാളുടെ വർക്കിംഗ് പാറ്റേൺ, because I have experienced that, the discipline in the set. And he himself was such a disciplined person with a ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. ബിക്കോസ് ഞാൻ കുറേ പ്രോഗ്രാംസ് പോയിട്ടുണ്ട്. സിദ്ദിഖ് ലാലിൻ്റെ ദുബായിൽ 94 ഒരു വെരി പോപ്പുലർ സ്റ്റാർ ഷോ ഒരു മാസം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ 2015 സിദ്ദിഖ് ലാലിൻ്റെ അമേരിക്കൻ ടൂർ, ഐ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അബ്സല്യൂട്ട് ജോയ് ആയിരുന്നു. അതായത് അന്നൊക്കെയാണ് സിദ്ദിഖേട്ടൻ്റെ ആയിട്ട് ഒരുപാട് ഐ യൂസ് ടു സിറ്റ് ആൻഡ് ടോക്ക് ടു ഹിം. ഇൻഫാക്ട് ഈ നറേഷനെ പറ്റിയൊക്കെ ഞാൻ സിദ്ദിഖേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. തന്നെ ലൈക്ക് ഹൗ ഐ വാസ് മെസ്മറൈസ്ഡ് ദാറ്റ് ഡേ. അപ്പോൾ പുള്ളി ചിരിക്കും. ആൻഡ് പല ആ സമയത്ത് നടന്ന പല കഥകളും. സോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ബട്ട് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ ദറ്റ് കോൺട്രിബ്യൂഷൻ, ഹിസ് ബോഡി ഓഫ് വർക്ക് വിൽ ഓൾവേസ് റിമെയിൻ. Hariharan സാറിന്റെ സ്റ്റൈൽ പറഞ്ഞു, യു എക്സ്പ്ലെയിൻ ലൈക്ക് വിത്ത് അതർ മാസ്റ്റേഴ്സ് ലൈക്ക് പത്മരാജൻ, ഫാസ്റ്റ് അല്ലെങ്കിൽ ഭാരത്, ഇവരുടെയൊക്കെ സ്റ്റൈലൊന്നും മീൻസ് ലൈക്ക് ഇപ്പം ഹരിഹരൻ സാറാണെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിംഗ് തരുന്നു പറഞ്ഞു. മറ്റുള്ളവരുമായിട്ടുള്ള ഓരോരുത്തരുടെ ഡിസ്റ്റിങ് സ്റ്റൈൽ ഉണ്ടാവും. എവറിബഡി ഹാസ്. ആൻഡ് ഇപ്പം ഫാസിൽ സർ, ഹരൻ സർ, ഭരതേട്ടൻ ഇവരൊക്കെ അഭിനയിച്ച് കാണിച്ചു. ദിൽ ഷോ യു. അതിൽ ഹരിഹരൻ സാറും ഫാസിൽ സാറും എക്സാക്ട്ലി എന്താണെന്നുള്ള അവർ കാണിച്ചു. യു ജസ്റ്റ് ഹാവ് ടു ഡു ദാറ്റ്. ആക്ട് ചെയ്ത് കാണിക്കും. ദേ വിൽ ഷോ യു ഹൗ ഇറ്റ് ഇസ്. ഫാസിൽ സാറിൻ്റെ ഒരു ടെക്നിക്ക്, അദ്ദേഹം ഹീൽ എക്സിക്യൂട്ട് ദറ്റ് സീൻ. ഇപ്പം ഞങ്ങൾ 4 ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ആ സീക്വൻസിൽ ആദ്യം അതെല്ലാവരും വരും എന്ന് പറയും. എന്നിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 3 അസിസ്റ്റൻസും കൂടി ആ ഫുൾ സീക്വൻസ് അഭിനയിച്ച് കാണിച്ചു. സോ യു ഹാവ് ടു ജസ്റ്റ് വാച്ച് ദാറ്റ്, absorb it, and then do that is the process. It's not easy. Like Padmaraj sir explain just basic ആയിട്ട് കാണിച്ചു. he'll beautiful ആയിട്ട് explain ചെയ്യായിരുന്നു പദ്മനാഭൻ സർ. ഇങ്ങനെ പറഞ്ഞുതരും. അതായത് ഇപ്പം നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുള്ള ഇറ്റ്സ് ഓൺലി ഫിൽം മൈൻഡഡ്. അപ്പം അതിലും നല്ല ബ്യൂട്ടിഫുൾ ക്യാരക്ടറാണ്. പക്ഷെ അന്ന് ഈ ഡയലോഗ്സ് പഠിക്കും. ഇതേപോലെ പഠിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഓൾറെഡി കിട്ടി. പിന്നെ പദ്മരാജ് സർ വുഡ് ടെൽ യു ലൈക്ക് ഹി വുഡ് ആ പോസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് എങ്ങനെയാണ്. പദ്മരാജ് സർ വാസ് മോർ ഹി വുഡൻ എനാക്ട്. പക്ഷെ ആ എക്സ്പ്ലനേഷനിൽ ഞാൻ ഭയങ്കര ഒരു
ചാമിങ് പേഴ്സണാലിറ്റി ആയിരുന്നു. ആൻഡ് ഹിസ് ഐസ്, ഐ സ്റ്റിൽ റിമെമ്പർ. ഇതിപ്പോൾ നമ്മൾ ചിന്മയാനന്ദ സ്വാമി അല്ലെങ്കിൽ ഓഷോൻ്റെ ഒക്കെ ആ കണ്ണില്ലേ, അങ്ങനെ ഒരു ഇതായിരുന്നു പത്മനാഭ സാർ. ദ വേ ഹി ലുക്സ് അറ്റ് യു നോ, ലൈക്ക് മാഗ്നറ്റിക് ഐസ്, സോ പവർഫുൾ ഇറ്റ് വാസ്. സോ എനിക്കെന്ത് ഓർമ്മ, ഞാൻ ഇങ്ങനെ കണ്ണിൽ നോക്കിയിട്ട് വെൻ ഹി എക്സ്പ്ലെയിൻസ് നോ, ആൻ്റണി വന്നു നോക്കി 1 2 ആ ഗ്യാപ്പൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞുതരാം. ഹി വുഡ് എനാക്ട്. ആൻഡ് ആ നോട്ടം, ആ ഗ്യാപ്പുകൾ, ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞത്. സി ഫോർ ജൂനിയർ ഓർ അപ്കമിങ് ആക്ടർ ലൈക്ക് മീ, ഗ്രേറ്റ് ഹെൽപ്പ് ഇറ്റ് വാസ്. ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇപ്പോൾ അതിലുള്ള തിലകേട്ടനായാലും പൊന്നമ്മ ചേച്ചിനോടുള്ള ഹിസ് ഡീലിംഗ് വുഡൻ ബി ലൈക്ക് ദിസ്. ഹിൽ മേക്ക് ദം എനാക്ട് ആൻഡ് എന്നാൽ ശരി, അതൊക്കെ അതവിടെ കുറച്ചും കൂടി ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു പോളിഷിങ് ചെയ്യാതിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഹി വുഡ് ടെൽ us how it has to be done. അങ്ങനെയായിരുന്നു അത്. ഫാസിൽ സർ വാസ് ലൈക്ക് ദാറ്റ്, പത്മനാഭൻ സർ, ഭരതേട്ടൻ എനാക്ട് ചെയ്ത് കാണിച്ചു തരും. ആൻഡ് ഹി വാസ് സോ മച്ച് ഓഫ് ഫൺ ആൻഡ് പാട്ടും ലൈക്ക് ആൻഡ് പല തമാശ. ആൻഡ് ഹീൽ ട്രീറ്റ് യു ലൈക്ക് എ ഫ്രണ്ട്. ലൈക്ക് എനിക്കൊക്കെ അതാണ് എന്താ അത്ഭുതമായിട്ട് തോന്നുന്നത്. ഐ മീൻ ആ പ്രായത്തിൽ ലൈക്ക് ഇപ്പം ഞാൻ ഋഷിശങ്കറിൻ്റെ സമയത്ത് തന്നെ ഹി വാസ് ഡിസ്കസിങ് ദ ഹോൾ സ്റ്റോറി. ആൻഡ് ഈ 9ാം ക്ലാസ് പഠിക്കുന്ന എനിക്ക് ഫുൾ കഥ, എം ടി സാറിൻ്റെ കഥ ഇരുന്ന് ഭരതേട്ടൻ പറഞ്ഞു തരാണ് എനിക്ക്. അതായത് അതിൻ്റെ ഡീറ്റെയിലിങ്സ്. സി അവിടെയാണ് അവർക്ക് ആ ക്രാഫ്റ്റിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ഒരു യുനോ ദറ്റ് ഇൻവോൾവ്മെൻറ്റ് വിത്ത് ദറ്റ് പ്രോജക്റ്റ്. ആൻഡ് അവിടെ യു ആർ എ സ്റ്റാർ ഓർ വെദർ യു ആർ എ യങ് ലിറ്റിൽ ബോയ് ഹൂസ് കം, യു ആർ ഋഷിശങ്കറിൻ്റെ. അത് നീ എത്ര ചെറുതായാലും ഹി ട്രീറ്റ്സ് യു ലൈക്ക് ദാറ്റ്. എടാന്നൊക്കെയാണ് വിളിക്കുക, എന്താണത്, എവിടെ നീ എന്നൊക്കെ പറഞ്ഞു. ദിസ് ഇസ് ഹി ടോക്സ്. ആൻഡ് ആ വരമ്പൂൻ എന്നെ വിളിച്ച്, എന്നെ ആക്ച്വലി അതിലെ ഫ്രണ്ടിൻ്റെ റോളിലാണ് വിളിച്ചത് കാസ്റ്റ് ചെയ്യാൻ. അവിടെ എത്തിയവിടെ എന്നോട് എടാ നീ ആ ചക്കരേൻ്റെ ആ തകരയുടെ വേഷമൊന്നും ഇട്ടിട്ട് വന്നു മണി, അവനൊന്ന് റെഡിയാക്കി, മേക്കപ്പ് മാൻ ഉണ്ട് മണി. അങ്ങനെ ഞാൻ ഉള്ളിൽ പോയി അവരിതും മുടിയൊക്കെ ഇതാക്കി എനിക്ക് കുറച്ച് വൈക്കോലൊക്കെ തലയിൽ ഈ സ്പിരിറ്റ് ഗമ്മിട്ട് ഒട്ടിച്ച് സ്റ്റിൽസ് എടുക്കാനായിരുന്നു. പലകയൊക്കെ തന്നിട്ട് ദെൻ ഭരതേട്ടൻ തന്നെ 2-3 എക്സ്പ്രഷൻസ് ഒക്കെ കാണിച്ച് ഹി ജസ്റ്റ് ടുക്ക് സം ഫോട്ടോസ്. ഹി സെഡ് ഐ ലെറ്റ് യു നോ. അത് കഴിഞ്ഞ് ഹി ഫിക്സ് മീ ഫോർ ദറ്റ് റോൾ. ആക്ച്വലി എനിക്ക് ഓർമ്മയുടെ അരസൻ്റെ ഒരു ഭയങ്കര ഒരു ടെക്നിക്ക് ഉണ്ട്, നിന്നിട്ട് ഒൺലി ദ ഐബോൾ ഷുഡ് മൂവ്. ദാറ്റ് വാസ് വൺ തിങ് ഹി ടോട്ട് മീ. അങ്ങനെ ലിറ്റിൽ ആക്ച്വലി ഇറ്റ് വർക്ക്സ് കേട്ടോ. ഇപ്പോൾ ഈ 100 ലെൻസിലൊക്കെ ഈ റേഞ്ച് ഇങ്ങനെ ജസ്റ്റ് ദ ഐബോൾ മൂവിങ് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഹാസ് സോ മച്ച് ഓഫ് ഇമ്പാക്ട് for whatever context that sequence is. Maybe if he's trying to communicate something, some emotion, and even ഇങ്ങനെ നോക്കിയിട്ട് ഒരു blink and all can make a difference. അത് അദ്ദേഹം പറഞ്ഞിരുന്നു. He would tell me all those details. ഞങ്ങൾക്ക് എല്ലാവർക്കും, മനുഷ്യായാലും സലീമയായാലും ഞാൻ, later on of course സർഗത്തിൽ ഹരൻ സർ, മനോജ്, so many I have watched him like so many. അതായത് യു കൻ സീ ദം യുനോ ജസ്റ്റ് മോൾഡിങ് ദീസ് പീപ്പിൾ. ഈ ഞാൻ എപ്പോഴും പറയുന്നത് ഇറ്റ്സ് ലൈക്ക് യു ഗിവ് അപ്പ്, ഒരു മരക്കഷ്ണം കൊടുത്തിട്ട് അതിങ്ങനെ ചിസിൽ ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ ശില്പമാക്കിയിട്ട് തരുന്നു. അങ്ങനെയായിരുന്നു. ദേ വർ ലൈക്ക് ദാറ്റ്. MTയുടെ ഒരുപാട് തിരക്കഥകൾ 8 നോട്ട് ഒരുപാട്, 8 ദാറ്റ് ഇറ്റ്സെൽഫ്. എം ടി സാറിൻ്റെ 8 കഥാപാത്രങ്ങൾ. അതെ, ഡയറക്ടേഴ്സ് അതിൽ മോസ്റ്റ്ലി ഐ തിങ്ക് 5 ഹരൻ സാറ്, 1 പ്രതാപേട്ടൻ ഋതുഭേദം, ആൻഡ് ഹരൻ സാറ് 5 ഐ തിങ്ക് 6 ഫിലിംസ് ഹരിഹരൻ സാർ. MT സാറ് വരികയും നറേറ്റ് ചെയ്ത് തരുകയൊക്കെ ചെയ്യുന്ന ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല നമുക്ക്. എസ്പെഷ്യലി മോസ്റ്റ്ലി ഹരൻ സാറിൻ്റെ ആയതുകൊണ്ട് ഒരു 3-4 ദിവസം മുമ്പേ പോകണം ഷൂട്ടിങ്ങിന്. ഇപ്പോൾ 15th ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു വിൽ ഹാവ് ടു ബി ദർ ബൈ 10th. ഫസ്റ്റ് തിങ്സ് ഒരു ബൗണ്ട് സ്ക്രിപ്റ്റ് കയ്യിൽ തരും. ഒരു സ്ക്രിപ്റ്റ് തന്നാൽ അത് മുഴുവൻ ഇരുന്ന് വായിക്കുക. ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. വായിക്കുക, പിന്നെ അത് മെമ്മറൈസ് ചെയ്യുക. ഇത് ആദ്യത്തെ ഇൻസ്ട്രക്ഷനാണ്. അത് ഏത് പടത്തിനായാലും അങ്ങനെയായിരുന്നു ഹരൻ സാറിൻ്റെ. സോ അങ്ങനെ ഒരു നെറേഷൻ പ്രോസസ് ഇല്ല. ബട്ട് ദിസ് ഇസ് ഇനഫ്. ഇറ്റ്സ് ലൈക്ക് ബിക്കോസ് എവറിത്തിങ് ഇസ് ദർ. അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സീൻ, അബൌട്ട് ദി ക്യാരക്ടേഴ്സ്, അബൌട്ട് ദി ബോഡി ലാംഗ്വേജ്, എല്ലാം അതിലുണ്ടാവും. സോ അത് നക്ഷതകളിൽ മാത്രം എനിക്ക് ഐ ഹാഡ് ദ ബ്ലെസ്സിങ്. ബിക്കോസ് അന്നാണ് ഹരൻ സാർ എന്നെ കാണുന്നത്. ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയപ്പോൾ
ടീച്ചറോട് അമ്മേനോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഹരന് വിനീതിനെ കാണണമെന്ന് വാസുവേട്ടൻ്റെ കൂടെ ഞാൻ അപ്പം അന്നാണ് ഞാൻ അറിയുന്നത്. ഐ ഡിഡ്ന്റ് നോ. സോ അതിന് കുറച്ച് മുമ്പേ അമ്മേനോട് എന്തോ ഫോട്ടോസ് ചോദിച്ചിരുന്നു ടീച്ചർ. ഞാൻ 10th പഠിക്കുന്ന സമയം. അപ്പോൾ എന്തിനാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് MT സാർ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ റിജൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ അവിടെ അലകാപുരീൻ്റെ സൈഡിൽ അവിടെ ഇവർ എല്ലാവരും ഉണ്ടായിരുന്നു. ഹരിവരൻ സാറ്, വിജയകുമാർ സാർ. സോ അന്നത്തെ ഒക്കേഷൻ ONV കുറുപ്പ് അദ്ദേഹത്തിന് MT സാറ് കഥ നെറേറ്റ് ചെയ്യാണ്, നഗർഷതങ്ങളുടെ പാട്ട് എഴുതാൻ. സോ ലക്കിലി അന്ന് ഹരൻ സാർ എന്നെ കണ്ടു. ഐ തിങ്ക് അവർ ഓൾറെഡി ഫിക്സ് ചെയ്തിരുന്നു. സോ ഹി ജസ്റ്റ് സ്റ്റാർട്ട് എന്നെ ഇതാണ് നമ്മുടെ ഹീറോ എന്നൊക്കെ പറയാൻ എന്നെ തട്ടി ഞാൻ നോക്കി. അങ്ങനെ ഉള്ളിൽ 15-year-old ബോയ് ഗോയിങ് ഇൻസൈഡ് വിത്ത് ദിസ് ഗ്രേറ്റ് മാസ്റ്റർ സിറ്റിംഗ് ദർ. അതെല്ലാം ഭയങ്കര ഒരു പ്രഷ്യസ് മെമ്മറിയാണ്. ബിക്കോസ് ഐ റിമെമ്പർ ദാറ്റ് റൂമിൻ്റെ ആ ജോഗ്രഫി വരെ എനിക്കിന്ന് ഓർമ്മയുണ്ട്. ഒരു ചാരികസയിലുണ്ടായിരുന്നു, ഒരു ഈ നമ്മുടെ ട്രഡീഷണൽ ചാരികസയിൽ. അതിലായിരുന്നു MT സാർ ഇരിക്കുന്നത്. ആൻഡ് ഹരൻ സാർ സൈഡിലൊരു കോട്ടിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ സോഫയിൽ ONV സാർ, പ്രൊഡ്യൂസർ വിജയകുമാർ. ഈ സൈഡിലൊരു ടേബിളിൽ ഒരു സ്റ്റൂളിൽ I went and sat there. Luckily they didn't ask me to go out and all. Actually I had no. ഞാനിങ്ങനെ പോയി ഒഴുക്കിൻ്റെ കൂടെ പോയി അവിടെ നിന്നു എന്നല്ലാതെ എന്താണെന്നും അറിയില്ല. They just and he started narrating. അതൊരു 2.5-3 മണിക്കൂർ നെറേഷൻ. I sat there and I'm watching സാക്ഷാൽ MT വാസുദേവൻ നായർ സർ കഥ പറയുന്നത് കേൾക്കുകയാണല്ലേ. ആൻഡ് അതിന്നും ഞാൻ ഒരുപാട് ട്രഷർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വൊക്കാബുലറി, അദ്ദേഹം യൂസ് ചെയ്യുന്ന വാക്കുകൾ, സ്ക്രിപ്റ്റ് നെറേറ്റ് അല്ല, ദിസ് ഹോൾ സ്റ്റോറി, ദറ്റ് ഫോർമാറ്റ് വിത്ത് ദ സീൻസ്, അത് ഇൻ ഡീറ്റെയിൽ. ബിക്കോസ് ONV സാർ പാട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള നെറേഷനാണ്. സോ അങ്ങനെ ഒരു വലിയ ഭാഗ്യം, ഐ മീൻ ലിസണിങ് ഫ്രം MT സാർ, ഹിസ് നെറേഷൻ. ലൈക്ക് അത് മേ ബി സീനിയർ ആക്ടേഴ്സിനൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ഐ ഡോണ്ട് നോ. ബിക്കോസ് ജനറലി നമുക്കൊക്കെ ജൂനിയേഴ്സ് ലൈക്ക് മീ ആൻഡ് ഹരൻ സാറിൻ്റെ പടമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഇല്ല. മേ ബി മറ്റുള്ള വലിയ പ്രോജക്ട്സിനൊക്കെ ഹി മസ്റ്റ് ഹാവ്, ബട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ജനറലി ദേ ഗിവ് യു എ സ്ക്രിപ്റ്റ്. ഹരിവരൻ സാർ ഓൾസോ ഹി നെവർ നെറേറ്റ്സ് എ സ്റ്റോറി. ഹിൽ കോൾ യു, ഹിൽ ബ്ലോക്ക് യുവർ ഡേറ്റ്സ്, ഹിൽ സേ എന്നതാണ് അതിൽ ഇന്നതാണെന്ന് പോലും നമുക്ക് യു ആർ ദ സെൻട്രൽ ക്യാരക്ടർ അങ്ങനെയൊന്നും ഡിസ്കഷൻ ഇല്ല അവിടെ. When he calls, you just go there. And it's absolute surrender. അതാണ് അന്നത്തെ ഒരു ഇതായിരുന്നു. ഞങ്ങൾ പോവാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്ന പോലെ അവിടെ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ട്. ഇൻ ദ സെൻസ് അവർ വിളിക്കുമ്പോൾ there's something substantial. They'll never call you for ഒരു സീൻ ഇങ്ങനെ ബാക്കിൽ കൂടെ നടക്കാൻ. They will call you if they feel you're okay, ആ ക്യാരക്ടറിന് ഇയാൾ സൂട്ടബിൾ ആവും. അങ്ങനെ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെന്നുള്ളൊരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. More than trust, it was like സമർപ്പണം ആക്ച്വലി നമ്മുടെ ഭാഗത്ത് നിന്ന് ആസ് സ്റ്റുഡൻസ്. സോ അങ്ങനെ അവിടെ പോയിട്ടാണ് സ്ക്രിപ്റ്റ് വായിക്കും. then you're into a different trip. and initially എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആ സമയത്ത് മെമ്മറൈസ് ചെയ്യും. പക്ഷെ അതിൻ്റെ ഒരു മോഡുലേഷനോ അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ, ബിക്കോസ് എല്ലാം ഇൻറ്റൻസ് സീൻസ് ആയിരുന്നു. ആൻഡ് ഹൈ ഇമോഷണൽ കണ്ടന്റ് അല്ലേ അന്നത്തെ കഥ. ഇപ്പോൾ ഋതുഭേദായാലും നക്ഷത്രങ്ങളായാലും അമൃതംഗമയ, ഓൾ ദീസ് പരിണയം, ഓൾ ബ്യൂട്ടിഫുൾ സീൻസ്. അത് ഇന്ന് വെൻ ഐ എം സീയിങ് ദാറ്റ് ഐ എം ജസ്റ്റ് മെസ്മറൈസ്ഡ് ഹൗ ബ്യൂട്ടിഫുള്ളി ഹരൻ സാറൊക്കെ എങ്ങനെ ഞങ്ങളൊക്കെ മോൾഡ് ചെയ്ത്, ഇപ്പം മനോജായാലും ഞാനായാലും മോഹിനി ആയാലൊക്കെ MT സാറിൻ്റെ ആ കഥാപാത്രങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ വെറ്ററൻസ് പറയണ്ട, തിലേട്ടൻ, വേണുചേട്ടൻ, ജഗദീഷ് കുമാർ, ഇവരൊക്കെ ഇങ്ങനെ ഒരു സെലിബ്രേഷനാണല്ലോ ആ സിനിമ. സോ അതിന്ന് ഐ വാസ് ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ റീജുവനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പടങ്ങളൊക്കെ ഒന്നിടത്ത് കാണും, ടു സീ വാട്ട് മാസ്റ്റേഴ്സ് ആർ ആൻഡ് ഹൗ ദേവ് ക്രിയേറ്റഡ് യുവർ. ഓൺ മൈ പേഴ്സണൽ നോട്ട് മോസ്റ്റ് ഓഫ് ദ ഫിലിംസ് ഹരിഹരൻ സാറാണ്. സോ അദ്ദേഹം എങ്ങനെ കൺസീവ് ചെയ്ത് ഹി വിൽ ടെൽ യു എവറിത്തിങ്, ഇൻക്ലൂഡിങ് യുവർ ഐലിഡ് മൂവ്മെൻറ്റ്, ടു എ ബ്ലിങ്ക്, ടു എ ഫ്രൗൺ, എവറിത്തിങ് വിൽ ബി ടോട്ട്. സോ വി ജസ്റ്റ് നമുക്കിങ്ങനെ പ്ലെയിൻ സ്ലേറ്റ് പോലെ പോയിട്ട് പുള്ളി എഴുതിക്കോളും, അവിടെ നിന്ന് കൊടുത്താൽ മതി. അല്ല, ടു ബി ഓണസ്റ്റ് അത് തന്നെയായിരുന്നു ആക്ച്വലി. മെമ്മറൈസ് ചെയ്യണം, ലൈൻസ് മെമ്മറൈസ് ചെയ്യണം. അതിൽ ദെയർസ് നോ കോംപ്രമൈസ്. യു വിൽ ഹാവ് 1 page ഓഫ് ഡയലോഗ്. അത് തത്ത പറയുന്ന പോലെ പറയണം. മോഡുലേഷൻ ദേ വിൽ ടേക്ക് കെയർ, ബിക്കോസ് യു ക്യാൻ ഒരു വാക്ക് മാറ്റാൻ പറ്റില്ല അതിൽ.
അദ്ദേഹം എഴുതിയ എം ടി സാറിൻ്റെ ഡയലോഗിൽ ഇഫ് യു ടേക്ക് ഔട്ട് എ വേർഡ് അതിൻ്റെ ദാറ്റ് പോയറ്റിക് ബ്യൂട്ടി ഗോസ് ആൻഡ് ഹി ഹാസ് എ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ആൻഡ് എല്ലാവരും നമുക്കെല്ലാം അറിയാമല്ലോ എം ടി സാറിൻ്റെ സംഭാഷണങ്ങൾക്കുള്ളൊരു നോർമൽ വിധത്തിലായിരിക്കില്ല, ആവില്ലല്ലോ, പറയാമായിരുന്നു എപ്പോഴെങ്കിലും. ഇന്നമാതിരി ദിസ് ഹൗ ഇറ്റ് കംസ്. സോ ആ വാക്കുകൾ ഒരക്ഷരം മാറാതെ പഠിക്കുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ കടമയാണ്. ഈവൻ ദോ വി വർ യങ്, ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അന്നുണ്ടായിരുന്നു വൺസ് യു ഗോ ദേ, എക്സെപ്റ്റ് ഫോർ ഹ്യൂമർ. ചിരി ഒരു രക്ഷയിലായിരുന്നു ആ സമയത്ത്. ചിരി വന്നാൽ ചിരിച്ചു. യു ഹാവ് ടു കൺട്രോൾ ദാറ്റ്. എസ്പെഷ്യലി പപ്പുവേട്ടനൊക്കെ അഭിനയിക്കുമ്പം, കുതിരേട്ടൻ പപ്പു ആയാലും ബഹദൂർക്ക്, ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവൈസ് ചെയ്യും. നമുക്ക് ദിസ് ഇസ് ലൈക്ക് ഹിലേറിയസ്. ഇവരൊക്കെ സ്ക്രീനിൽ കണ്ട് ചിരിച്ച് വളർന്ന ആൾക്കാരില്ലേ നമ്മൾ. അപ്പോൾ അപ്പോഴൊക്കെ മുമ്പ് ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻ ഇടുമ്പം അറിയാതെ പൊട്ടിപ്പോവും. പക്ഷെ അതൊരു ചെറിയ പ്രശ്നമായിരുന്നു. പക്ഷെ അതർവൈസ് കോൺസെൻട്രേഷൻ, ഡിസിപ്ലിൻ, പറയുന്നത് അബ്സോർബ് ചെയ്ത് ചെയ്യാന്നുള്ളതായിരുന്നു ഒന്ന്. ഈ നക്ഷത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ എം ടി വാസുദേവൻ നേരെ വായിച്ചിരുന്നു? ഇല്ല, ബിക്കോസ് ഞാൻ അപ്പം വന്നിട്ടേ ഉള്ളൂ ആക്ച്വലി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കാലം, ഓൾ ദാറ്റ്, നാലുകെട്ട്, ലിറ്റിൽ ബുക്സ്. ആ സമയത്ത് ബിക്കോസ് ഞാൻ ഈ ഊട്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് മലയാളം ആക്ച്വലി എഴുതാനും പഠിക്കാനൊക്കെ 6ാം ക്ലാസ്സിന് ശേഷമാണ് പഠിക്കുന്നത്. സോ അത് പഠിച്ച് വരുന്നുണ്ടായിട്ടുള്ളൂ. സോ അങ്ങനെ എം ടി സാറിൻ്റെ ബുക്കിലേക്കൊന്നും വളരാനായിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് കോളേജ് കഴിഞ്ഞാലും ഐ സ്റ്റാർട്ട് റീഡിങ്. ഡയറക്ടേഴ്സിനെ പോലെ തന്നെ കോ-സ്റ്റാർസ്, വെറ്ററൻസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടനായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മെസ്മറൈസിങ്, അല്ലാണ്ട് എന്ത് പറയാണ്. ഞാൻ വെരി ഫ്യൂ ഫിലിംസ് ആക്ച്വലി ലാലേട്ടനോട് ഇനിഷ്യലി കുറച്ചിപ്പം മുന്തിരിത്തോപ്പ്, ഇടനിലങ്ങൾ, കമലദളം, വെരി ഫ്യൂ മൂവീസ് ആക്ച്വലി. ആൻഡ് മച്ച് ലേറ്ററാണ് ഉസ്താദ് ഓൾസോ. ദെൻ വടക്കുംനാഥൻ ഐ കം ഒരു ക്യാമിയോ കൈൻഡ് ഓഫ് തിങ്. That's it. I haven't done any major intense ആയിട്ടുള്ള സീക്വൻസ് ഒന്നും ലാലേട്ടനോട്. തച്ചോളി വർഗീസിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. ഐ ഹാവൻ ഡൺ. ഇവരെല്ലാം ലാലേട്ടനായാലും തിലകേട്ടനായാലും വേണുചേട്ടനായാലും മമ്മൂക്കായാലും ഓൾ ഓഫ് ദം, അവരെല്ലാം ഇങ്ങനത്തെ സീസൺഡ് ആക്ടേഴ്സ് അല്ലേ, ഓൾ ഓഫ് ദം. അവരുടെ അപ്രോച്ച് നോക്കി നമ്മൾ ഹൗ ഡസ് ദിസ് പേഴ്സൺ ജസ്റ്റ് ട്രാൻസ്ഫോം ലൈക്ക് ദിസ് എന്നുള്ളത് അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം അറിയാതെ ഇറ്റ്സ് ലൈക്ക് ഒബ്സർവേഷൻ, നമ്മളിലൊരു ഓസ്മോസിസ് പോലെ ഇറ്റ് വിൽ ജസ്റ്റ് സ്റ്റാർട്ട് വർക്കിംഗ്. യു ഡോണ്ട് നോ വെൻ ഇറ്റ് വിൽ കം ഔട്ട്. ഇപ്പം ഐ എം വാച്ചിങ് എ പെർട്ടിക്കുലർ ആക്ടർ ആൻഡ് ഐ എം സോ മെസ്മറൈസ്ഡ് വിത്ത് ഹിസ് പെർഫോമൻസ്. അതെവിടെയെങ്കിലും ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ആൻഡ് വെൻ ദ ടൈം കംസ് ഇറ്റ് ജസ്റ്റ് കംസ് ഔട്ട് ഇൻ മൈ വേ. അതായിരിക്കാം. കമലദളത്തില് ലാലേട്ടനൊരു ഡാൻസറുടെ വേഷമായിരുന്നു. അദ്ദേഹത്തെ അന്ന് ഡാൻസ് പഠിപ്പിച്ച നട്ടുവും പരമേശ്വരൻ മാഷായിരുന്നു പഠിപ്പിച്ച്. അത് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതായത് എന്നെ വിളിക്കുമായിരുന്നു. പുള്ളി റിഹേഴ്സൽ, പുള്ളി ആക്ച്വലി നട്ടുവും പരമേശ്വരൻ സാറ് രാജശില്പിക്ക് ട്രെയിൻ ചെയ്യാനാണ് വന്നത്. ദ നെക്സ്റ്റ് ഫിലിം ഹി വാസ് ഡൂയിങ് ഈസ് രാജശില്പി. കമലദളം, കുമാർ ശാന്തി, അവരായിരുന്നു കൊറിയോഗ്രാഫേഴ്സ്. സോ അതിൽ ഈ പരമശിവ സാറ് വരുമ്പം ഹീസ് ടു ബിക്കോസ് വി വർ സ്റ്റേയിങ് ഇൻ ദ സെയിം ബിൽഡിംഗ്, ഒരു ഗസ്റ്റ് ഹൗസിൽ. അപ്പോൾ എന്നോട് ഒരു മണി വന്നിയുമ്പോന്ന് പറഞ്ഞ് ടെറസിൽ പോയി ഐ ടു വാച്ച്. ഐ ജസ്റ്റ് ഒരു മോറൽ സപ്പോർട്ടായിട്ട് അവിടെ ഇരിക്കുക, വേറെ ഒന്നുമില്ല. ലാലേട്ടൻ വിളിക്കും, വിളിച്ച് അവിടെ പോയി. അതുപോലെ ഒരു സോങ് പ്രേമോദാരനായി മറ്റേ ആനന്ദ നടനം, ദാറ്റ് ഫുൾ സോങ് ഐ വാസ് വിത്ത് ആനന്ദ നടനം ചെയ്യുമ്പോൾ അതിൽ ആ ചക്കറൊക്കെ എനിക്കിപ്പോൾ ഒറ്റ ടേക്കിലെടുത്താണ് പുള്ളി. ജസ്റ്റ് ദാറ്റ് തിരിഞ്ഞ് ഇങ്ങനെ ഒരു പോസ്റ്റ് നിൽക്കുന്നത്. ഇറ്റ് വാസ് ജസ്റ്റ് വൺ ഷോട്ട് ആൻഡ് ഐ റിമെമ്പർ എവരിബഡി ക്ലാപ്പിംഗ്. വിനീത്, നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പോൾ പറഞ്ഞു അതിനകത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും കോംബോ, മോഹൻലാലും നിങ്ങളുടെ എൻ്റെ ഒരു ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഇറ്റ്സ് സോ സർപ്രൈസ്. പിന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കുഡ് ഹാവ് ട്രിഗേർഡ് ലോട്ട് ഓഫ് സിമിലർ കൈൻഡ് ഓഫ് നിങ്ങളുടെ ഒരു കോംബോ അങ്ങനെ പിന്നെ വന്നിട്ടില്ല. ഇറ്റ്സ് സോ സർപ്രൈസിങ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം ഇറ്റ്സ് വർക്ക് സോ വെൽ ഇൻ ദാറ്റ് മൂവി ബിറ്റ്വീൻ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു അല്ല. പക്ഷെ അന്ന് ദീസ് കൈൻഡ് ഓഫ് ഫിലിംസ് വേർ ലൈക്ക് പത്മനാഭൻ സാറിനോട് he wouldn't repeat no I'm just saying. So even otherwise ഇങ്ങനത്തെ ഈ മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ വർക്ക് അങ്ങനെ അധികം ഐ ഡോണ്ട് തിങ്ക്
too many, because those subjects were like that, very unique ആയിരുന്നു. And of course അത് കഴിഞ്ഞിട്ടാണ് immediately ഇത് അമൃതംഗമയ and കമലദളം was after that. I don't know, I haven't thought about it actually. Like, so all this just happened. Actually, I was much younger. Like, even for that role, if you see, എനിക്ക് ആ ഡബിങ് കൊണ്ടാണ് അത് അങ്ങനെ അറിയാത്തത് എൻ്റെ വോയിസ്. മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡാൻസർ ഒരു വേഷമുണ്ട്. അത് പിന്നെ മലയാള സിനിമയിൽ അതുവരെ ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ വിനീതാണ് സിനിമാ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്നത്. ആ വേഷം ഫാസിലിൻ്റെ സിനിമയിൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നു. എന്നെ വിളിച്ചിരുന്നു അന്ന് ആക്ച്വലി. അപ്പോൾ ഐ വാസ് ഡൂയിങ് പരിണയം ആൻഡ് പച്ചയ്ക്ക് ഒരു ക്രിട്ടിക്സ് അവാർഡ് സമയത്താണ് എന്നെ ഇങ്ങനെ സൈഡിലേക്ക് വിളിച്ചിട്ട് he just told me an outline. I was considered for that, പക്ഷേ it didn't happen, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അത് ഡെഫിനറ്റ്ലി ചെയ്തിരുന്നെങ്കിൽ it would have been an honor for me to be a part of that film. അന്ന് പരിണയം ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ട് ഐ ഹാഡ് ടു അപ്പോളജൈസ് ആൻഡ് സോ എവറി ഡേ ദർ വാസ് വർക്ക്. സോ ഒരു തരത്തിലും എനിക്ക് അന്ന് പോകാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഇവിടെ ലാലേട്ടനെയും സുരേഷ് ഏട്ടനെയും കമ്പൈൻഡ് ഡേറ്റ്സ് വെച്ചിട്ട് they were also with 3 units. I think Pachika had Siddiq Lal doing one section, Sibiatan helping in one section, Priyatan doing one section. All his ഫ്രണ്ട്സും അസിസ്റ്റൻസ് ഒക്കെ ആയിരുന്നല്ലോ. സോ അങ്ങനെ അറ്റ് എ ടൈം 3 units വെച്ചിട്ട് they were kind to, because tight dates ആയിരുന്നു. മോനിഷ മലയാളികളുടെ ഒരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട്. മോനിഷയായിട്ട് ആദ്യത്തെ സിനിമ ഒരുപാടല്ലെന്നാലും 5 films. I did 5 movies. ഓർമ്മകൾ എങ്ങനെയാണ്? She was ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു എപ്പോഴും. യു നെവർ സീ എ ഗ്ലൂമി ഓർ ഡൾ ആൻഡ് മൂഡി ഒന്നുമില്ല. എപ്പം കിളുകളും ചിരിച്ചോണ്ട് മനുഷ്യൻ വരുമ്പോൾ അറിയാം ഒരു അലാറം ഇട്ട പോലെയാണ്. അങ്ങനെ കേൾക്കും ലൗഡ്ലി ഷി വുഡ് ലൈക്ക് ഗിഗിൾ ലൈക്ക് അങ്ങനെ ഇരുന്നു. ആൻഡ് വാസ് എ ബ്യൂട്ടിഫുൾ ഡാൻസർ, അക്കാഡമിക്കലി ട്രെയിൻഡ് ഡാൻസർ ആയിരുന്നു മനുഷ്യ. അടയാർ ലക്ഷ്മൺ സാറിൻ്റെ കീഴിൽ. ആൻഡ് ഷി വാസ് വെരി സീരിയസ് അബൌട്ട് ദാറ്റ്. So she was a very good, and I think our passion also was dancing more than cinema. Cinema happened and then it was just, I think Kavaladalaka Kadinaram, she was kind of growing as an actor. We were all like, we were maturing as actors, and the seriousness, approach akka maaran thodangiyappo. Monisha also, definitely. So, aa samayathana the tragedy happened and great loss. ഇന്ന് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ശോഭന ഷി വുഡ് ഹവ് ബീൻ ഒരു ഹൈലി അക്കാഡമിക് ഡാൻസർ. ബിക്കോസ് ഐ സ്ട്രോങ്ലി റിമെമ്പർ ഷി വാസ്, ആൻഡ് ശ്രീദേവി ഓൾസോ. അവരുടെ ഡാൻസ് ആയിരുന്നു ആക്ച്വലി. ഈ ആക്സിഡൻറ്റ് നടക്കുന്നത് തന്നെ ദേ വർ സപ്പോസ് ടു കം ഫോർ എ പ്രോഗ്രാം ടു ഗുരുവായൂർ. അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ബാംഗ്ലൂരേക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് അവർ രാവിലെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് വരുമായിരുന്നു. മോർണിംഗ് 8 o'clock ഫ്ലൈറ്റിനാണ് ഇവർ 3 മണിക്ക് പുറപ്പെട്ടിട്ട് വരുന്നത്. അത് ഓൺ ദ വേ ആണ് ആക്സിഡൻറ്റ് ഹാപ്പൻഡ്. സോ ദാറ്റ് വാസ് ഓൾസോ ഒരു ആ പ്രോഗ്രാമിന് മുമ്പേ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചാണ് അത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ലോസ് ഡെഫിനറ്റ്ലി, ആർട്ടിസ്റ്റിക്കലി ആൻഡ് ആസ് എ പേഴ്സൺ, ഹ്യൂമൻ ബീങ് ഓൾസോ. ഒരു ഷി വാസ് ലൈക്ക് എൻ ഏഞ്ചൽ, ലൈക്ക് ഓൾവേസ് ബീങ് നൈസ് ടു പീപ്പിൾ ആൻഡ് ഹാപ്പിനെസ്. ലൂസിഫറിന്റെ ഡബിങ്ങിനെ പറ്റി പറയായിരുന്നു. യു ഡിഡ് ദാറ്റ് ലൈക്ക് എങ്ങനെയാണ് ആ ഒരു ഡബിങ് ആ ഒരു സീരിയസ് മോഡിലേക്ക് എങ്ങനെയാണ് വരുന്നത്? It just happened. അങ്ങനെ they called me. അവർ ഓഫീസിൽ നിന്ന് വിളിച്ചു, അങ്ങനെ ലാലേട്ടൻ എന്ന പടത്തിൽ വില്ലന് വേണ്ടി ചെയ്യണം. Are you okay with that? Raju wanted to know. So I was apprehensive. Mohanlal's, I mean, such a big profile film. My doubt was whether my voice will suit for a villain, and I'm sure it's going to be an underworld and no. So I was slightly confused whether, because I've had this younger brother image of Lalatan and all that. But our voice engane match cheyyunnu. I'll come and try. I don't know if it will work. When I was doing a program here, Prithviraj was here, so I said I'll just come and check. If it's okay, I don't mind. Let's see. Like, I was excited about a totally different area of
cinema, no? Like dubbing for another artist. And അവിടെ പോയി ഐ ഡിഡ് ഒരു ആ ക്യാബിനറ്റ് സീൻ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ആദ്യം ചെയ്തത്. ഹി വാസ് ഹാപ്പി, ഹി സെഡ് ഓൺ ഡോട്ട് പെർഫെക്റ്റ് ചേട്ടാ, ലൈക്ക് ഓക്കെ. ആൻഡ് ബട്ട് പൃഥ്വിരാജ് വാസ് ലീവിങ് ദാറ്റ് ഡേ, ഹി വാസ് ഗോയിങ് ടു ജോർഡൻ ഐ തിങ്ക് ഫോർ ഷൂട്ടിങ്. അങ്ങനെ പുള്ളിയുടെ അസോസിയേറ്റ് ബാവ ആൻഡ് അവയാണ് അത് ഫുൾ കണ്ടക്ട് ചെയ്തത്. ആൻഡ് രാജു ഹാഡ് ഓൾറെഡി ഡബ്ഡ് ആൻഡ് കെപ്റ്റ് എ ട്രാക്ക് ഫോർ റെഫറൻസ്. പൃഥ്വിരാജിൻ്റെ ഓൾറെഡി ഹി ഹാഡ് ഡബ്ഡ് ദ ഹോൾ തിങ്, entire portion with dialogues. So you just have to listen to that and for clarity of lip. And ഞാൻ അദ്ദേഹത്തിൻ്റെ പൈലറ്റ്, അതായത് വിവേക് ഒബെറോയ് പെർഫോം ചെയ്യുമ്പോൾ കേട്ട പൈലറ്റ് ഐ യൂസ് ടു വാച്ച്, ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഹി ഹാഡ് എ യുണീക്ക് ഒരു സ്റ്റൈൽ ഓഫ് മോഡുലേഷൻ, especially the English dialogues in that. So I followed that a lot. And just happened like that. Luckily people liked it. Yeah, it was, nothing was planned actually. Just നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പോയത് ഡബ് ചെയ്യാൻ? കാരണം ഇല്ല, അങ്ങനെ ഡബിങ്ങിന് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ഗോ ടു ദ തിയേറ്റർ, വാച്ച് ദ സീൻ, ദെൻ യു കൻ പ്രിപ്പയർ, മേ ബി യു കൻ പ്രിപ്പയർ യുവർ ലൈൻസ്. അല്ലാണ്ട് നേരത്തെ നമ്മൾ ഇന്ന ആളാണ് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ഒന്നും യു കൻ നോട്ട് ഡു ദാറ്റ്. അവിടെ പോയി ദാറ്റ് വിഷ്വൽ യു ഹാവ് ടു സീ, റൈറ്റ്? ഇപ്പം നമ്മൾ ആ വിഷ്വൽ നോക്കിയിട്ട് അതിനെ സിങ്ക് ചെയ്തിട്ടാണ് സംസാരിക്കുക. ദാറ്റ് ഇസ് ഡബിങ്. ഈ എവ്രി ഒരു ഗ്യാസ്പ് ആണെങ്കിലും ഒരു everything, you're crying, you're yelling, you're shouting, everything has to be enacted in front of the mic. So അവിടെ കണ്ടു കഴിഞ്ഞിട്ട്, പക്ഷെ അതിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവനവന് ഡബ് ചെയ്യുന്ന പോലെയല്ല അത്. നമ്മൾ മറ്റൊരു ആർട്ടിസ്റ്റ് ചെയ്യുമ്പം യു അണ്ടർസ്റ്റാൻഡ്, ആ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കും. അവർ പറഞ്ഞു തരും, ഒരു ബ്രീഫിംഗ് ഉണ്ടാവുമല്ലോ, ഇന്നതാണ് റോള്, ഇന്നതാണ്. അപ്പോൾ സോ ഏകദേശം ഇയാളുടെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റപ്പും ബോഡി ലാംഗ്വേജും അതിനനുസരിച്ച് ഇപ്പം ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു ക്യാരക്ടറിന് ഡബ് ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ ഒരു നാട്ടുമ്പുറംകാരുണ്ട്. ഞാൻ തന്നെ ചെയ്യുന്നതാണ്. അതിന് രണ്ട് രീതിയുണ്ട്. ഭാഷയായാലും അതിൻ്റെ വോയിസ് മോഡുലേഷൻ ആയാലും അതേപോലെയാണ് മറ്റൊരു ആക്ടർക്ക് ചെയ്യുമ്പം അതെന്താണോ ആ കഥാപാത്രം അതായിട്ട് നമുക്ക് ആ പെർഫോമൻസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വരും എന്നുള്ളതാണ്. ലൈക്ക് ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസർ, അത് എങ്ങനെയാണ് വിനീത് എന്നൊരു പേഴ്സണാലിറ്റി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? പേഴ്സണാലിറ്റി, വാല്യൂസ് ഇൻ ലൈഫ്, ഹൗ ടു റെസ്പെക്ട് എൽഡേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജ്, വാല്യൂയിങ് അവർ റിച്ച് ട്രഡീഷണൽ ആർട്ട് ഫോംസ്, സെൻസ് ഓഫ് ടൈമിങ്, നമ്മൾ ചെയ്യുന്നതിൽ പങ്ക്ച്വാലിറ്റി, ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദീസ് റുട്ടീൻ ക്ലാസ്സസ് ആയാലും എക്സസൈസസ് ആയാലും എല്ലാം. സോ ഇൻ ദാറ്റ് വേ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് സ്റ്റാർട്ട്സ് റിഫ്ലെക്റ്റിംഗ് ഇൻ യുവർ പേഴ്സണാലിറ്റി, ദ വേ യു ഡീൽ വിത്ത് പീപ്പിൾ. ആൻഡ് ഞാൻ മനസ്സിലാക്കിയ വേറൊരു വലിയ കാര്യം, ബാലൻസ്ഡ് മൈൻഡായിരിക്കും. യു വോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ ഈസിലി. Whether it's success or failure and all, you will know how to balance it. That's another thing you get from this training. ഡാൻസ് പൊതുവെ ഒരു ഡാൻസ്, ഇപ്പോൾ പ്യുവർ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് പ്യുവറായിട്ട് നിലനിർത്തണമോ അതല്ലെങ്കിൽ കുറച്ചുകൂടി കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്ത് അക്കോർഡിംഗ് ടു ടൈംസ് അങ്ങനെ ചേഞ്ച് ചെയ്യണമോ? അങ്ങനെ രണ്ട് പോയിന്റ് ഓഫ് വ്യൂസ് കാണാറുണ്ട് ഡാൻസ്, പ്രത്യേകിച്ചും ക്ലാസിക്കൽ ഡാൻസിൻ്റെ കാര്യത്തിൽ. വാട്ട്സ് യുവർ ടേക്ക്? No, there is ഒരു ഫ്രെയിം ഉണ്ട്, like that is tradition. So sticking to the traditional norms, you can explore, but there are certain techniques that have to be followed. There are certain ways in doing certain techniques or applying certain bhavas. Other we have to stick to the scientific part. അതായത് ആ ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കുന്നത് തന്നെ അതിൽ എക്സ്പ്ലോർ ചെയ്യാം. യു കെൻ എക്സ്പ്ലോർ, about themes maybe you can explore. You can take contemporary themes, you can take traditional devotional themes. പക്ഷേ ഈ നോംസ്, അതായത് ആ ചെയ്യുന്ന ടെക്നിക്സ് ആയാലും ദാറ്റ് ഷുഡ് ബി ട്രഡീഷണൽ. ആസ് എ ഫിലിം ആക്ടർ എനിക്ക് കിട്ടിയ വലിയൊരു എക്സ്പോഷർസ് ഫിലിം ഡാൻസിങ്. ഇപ്പോൾ ഫിലിം ഡാൻസ് ആയാലും അതിൻ്റെതായ എക്സസൈസസ് വേറെയാണ്, ഇതുപോലെയല്ല. ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഇത് ട്രെയിൻ ചെയ്ത ഒരാൾക്ക് ഇത് അഡാപ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ് ഈ എക്സസൈസ്. പക്ഷേ ആസ് എൻ ആക്ടർ ഇറ്റ് വാസ് മൈ ഡ്യൂട്ടി ടു അഡാപ്റ്റ് ആൻഡ് ഡു, ആൻഡ് I had to put in a lot of effort to get ഒരു വെസ്റ്റേൺ സീക്വൻസ് ആണ്, ഒരു ഫോക്ക് സീക്വൻസ്. ഇൻ സിനിമ ഐ എം ടോക്കിംഗ്.
യു ഹാവ് ഡപ്പാങ്കുത്ത് സോങ്സ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ അതിൻ്റെതായ ഭംഗിയുണ്ട്. അഗെയിൻ അവിടെയെല്ലാം ഈ എസ്തറ്റിക്സ് അതെങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആ കൊറിയോഗ്രാഫറിൻ്റെ എസ്തറ്റിക് സെൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ ഇഫ് യു ആർ ഡൂയിങ് എ ഐറ്റം നമ്പർ, ഇഫ് യു സേ it has to be aesthetically shot. That shows on the screen. ആൺകുട്ടികൾ ഭരതനാട്യം പഠിക്കുന്ന അത്ര പോപ്പുലർ അല്ലാതെ ഇരുന്നൊരു സമയമല്ലേ ഇത്? ഉണ്ടാവും, പക്ഷെ വളരെ ഫാർ ആൻഡ് ഫ്യൂ ആയിരിക്കാം സമയത്ത്. അതെ, ആക്ച്വലി ഉണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഈ ആൺകുട്ടികൾ പഠിക്കുന്നതാണോ അല്ലെങ്കിൽ ഇത് പെൺകുട്ടികൾക്ക് മാത്രമാണ്, ഇങ്ങനെയൊന്നും ഒരു ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് റൈറ്റ് ഫ്രം എൻ്റെ ഒരു റൂട്ടീൻ പോലെ. നമ്മൾ രാവിലെ എണീച്ച് ബ്രഷൊക്കെ ചെയ്യുന്ന പോലെ ഇന്ന് ഡാൻസ് ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. അത് ഇന്ന് പോകണോ അതിന് മടി അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ആൻഡ് ഐ വാസ് എൻജോയിങ് ദ പ്രോസസ്. സോ ഇറ്റ് വാസ് ലൈക്ക് എ പാർട്ട് ഓഫ് മൈ സിസ്റ്റം ആക്ച്വലി അന്ന്. സോ അത് ആൺകുട്ടികൾ കളിക്കുമോ അല്ലെങ്കിൽ ഇത് പെണ്ണുങ്ങൾ ചെയ്യേണ്ടതാണ്, ഒന്നാമത് അതിനെപ്പറ്റി ഒന്നും ഒരു അവയർനെസ് അല്ല. ഇറ്റ്സ് എ മിസ്കോൺസെപ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഓൺലി ഫോർ ഗേൾസ് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലൊരു മിസ്കൺസെപ്ഷനാണ്. ബിക്കോസ് എഫിമിനേറ്റ് ആവും എന്നുള്ള ഒരു ഇത്. ക്ലാസിക്കൽ ഡാൻസ് ലേണിംഗ് പ്രോസസ്സിൽ കുട്ടികൾക്ക് എസ്പെഷ്യലി ചെറുപ്രായത്തിൽ ചെയ്യുമ്പോൾ ആൺകുട്ടിയൊക്കെ ഇങ്ങനെ ഒരു ബിക്കോസ് അവരുടെ റെഫറൻസ് ഷുഡ് ബി ഇഫ് യു ഹാവ് മെയിൽ ഡാൻസേഴ്സ് ഓർ എ മെയിൽ ടീച്ചർ ദാറ്റ് ബ്രിങ്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ബിക്കോസ് എന്ത് പറഞ്ഞാലും നമ്മൾ യു ആർ അബ്സോർബിങ് ഫ്രം ദി ഗുരു. സോ ദാറ്റ് ടെക്നിക് വെൻ എ ഫീമെയിൽ ഡാൻസർ ഡസ് ആ എഫിമിനേറ്റ് എലിമെൻറ്റ് ഇതിലേക്ക് വരും. ബിക്കോസ് എക്സസൈസ് ആർ ഡിസൈൻ ലൈക്ക് ദാറ്റ്. ഈ ക്ലാസിക്കൽ ഡാൻസിൻ്റെ എക്സസൈസസ് എന്ന് പറഞ്ഞാൽ ഇവോൾവ് ചെയ്ത് സതിർന്ന് ഭരതനാട്യം പിന്നെ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന സമയത്ത് നട്ടുവനാരസ് വെ ടീച്ചിങ് വിമൻ. So it was only women dancing. So exercises evolved and became to suit a female anatomy. അതാണ് നമ്മൾ പഠിക്കുന്നത്. So when we learn that, there is a process in the way you teach. ഒരു ആൺകുട്ടി ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ അതിന് ഒരു മാസ്കുലിൻ ഭംഗി വരും. ഈ ദിസ് ട്രഡീഷണൽ ആർട്സ് ഇപ്പം നമ്മൾ ആസ് ഇവോൾവ് ചെയ്ത് ദ പ്രസൻറ്റ് dance that we're seeing, Bharatanatyam, has ഒരു അണ്ടർലൈൻ ഗ്രേസ് ഇൻ ഇറ്റ്. അതിനൊരു റിഫൈൻമെൻറ്റ് വരും. സോ ആൺകുട്ടികൾ ചെയ്യുമ്പം അത് റിഫൈൻമെൻ്റ് ആയിരിക്കും. യു കാൺട്ട് കോൾ ദാറ്റ് എഫിമിനേറ്റ്. പക്ഷെ അത് ഒരു ജനറൽ പെർസെപ്ഷൻ ഇറ്റ്സ് എ ഫീമെയിൽ ആക്ടിവിറ്റി. അപ്പം ബോയ്സ് പഠിക്കാൻ പോകുമ്പോൾ അതിന് അങ്ങനെ. പക്ഷേ അതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ അത് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. മെയിൻ തിങ് റിഫൈൻമെൻറ്റ് ഇൻ യുവർ പേഴ്സണാലിറ്റി ആൻഡ് യുവർ ക്യാരക്ടർ. ഇറ്റ് ഗിവ്സ് എ ലോഡ് ഓഫ്, അതായത് ഭയങ്കര ബാലൻസ്ഡ് മൈൻഡ് ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് യോഗ ആക്ച്വലി. ആൻഡ് ഈവൻ നൗ, പക്ഷേ വെൻ യു സീ ദീസ് ഇൻസ്റ്റാ റീൽസ് ആൻഡ് ഓൾ, ദെയർ ആർ സോ മെനി ബോയ്സ് ഫിനോമിനൽ ഡാൻസിങ് അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഐ വിഷ് മോർ പീപ്പിൾ കം, നോട്ട് ജസ്റ്റ് ടു ടേക്ക് ഇറ്റ് ആസ് എ പ്രൊഫഷൻ. ഒന്നെന്താ വെച്ചാൽ അവർക്കത് ആസ്വദിക്കാനുള്ളൊരു സമയം, ഒരു മൊമെൻറ്റ് കിട്ടും. ഐ മീൻ വെൻ യു ലേൺ ദിസ്, യു ലേണിംഗ് ദാറ്റ് അത് നമ്മൾ സ്വയം ആസ്വദിക്കാൻ തുടങ്ങും. വെൻ യു സ്റ്റാർട്ട് ലേണിംഗ് അത് മിസ് ചെയ്യുന്നു. ഐ ഗിവ് യു മൈ വേർഡ്, ഡാൻസ് പഠിച്ചിട്ട് എഫിമിനേറ്റ് ആവില്ല. ദർ ആർ അതർ റീസൺസ് വെയർ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആർ ദെയർ ഓർ സോ മെനി അതർ റീസൺസ് ആർ ദെയർ. സോ അതും ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ ഇല്ലാതായി പോകുന്ന ഒരു വിഷമം. സിനിമയ്ക്കൊക്കെ ഒരു റോൾ ഉണ്ട്. കാരണം നമ്മൾ സിനിമയിൽ ഒരു ഡാൻസ് ടീച്ചർ എന്ന് പറയുമ്പോഴേക്കും മൊത്തം ഒരു മുടിയൊക്കെ ഇങ്ങനെ ഇട്ടൊരു ദ വേ ദേ പോർട്രേ ഡാൻസ് ടീച്ചേഴ്സ് ഓർ ഡാൻസേഴ്സ്, മെയിൽ ഡാൻസേഴ്സ് ഇൻ ഫിലിം, അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഇൻ ഫിലിം ജനറൽ പറയാൻ വൺ ഓർ ടു ഫിലിംസ് ഹാവ് ഡൺ ദാറ്റ്. ജനറലി മെയിൻ സ്ട്രീം സിനിമയിൽ അങ്ങനെയല്ലേ? അല്ല, മെയിൻ സ്ട്രീം സിനിമയിൽ എവിടെ ഡാൻസ് ഇപ്പോൾ? സോ ദാറ്റ് ഈസ് കുറച്ച് ഐ ഹോപ്പ്, ഐ തിങ്ക് ഇറ്റ് വിൽ ചേഞ്ച്. ബിക്കോസ് ഇപ്പോൾ കുറേ യങ്സ്റ്റേഴ്സ് ഒക്കെ കമ്മിങ്. എൻ്റെ കൂടെ ചെന്ന് ചെയ്യുന്ന മെയിൽ ഡാൻസേഴ്സ്, ബോയ്സ്, ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് അറിയാം അവർ ചെയ്യാം. സോ മെനി ഹൈലി ടാലൻറ്റഡ് ബോയ്സ്. ഈ കാമ്പോജി സംബന്ധിച്ചൊരു ട്രോളിനെ കുറിച്ച് ഈയിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് വളരെ സെൻസിറ്റീവ് ആവുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സിനിമ വിമർശിക്കാൻ പാടില്ല, പെർഫോമൻസിനെ വിമർശിക്കാൻ പാടില്ല. ഇപ്പോൾ കുഞ്ഞാലിമരക്കാർ ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് അങ്ങനെ ഒരു വിമർശനം വന്നിരുന്നു. അത്
ടെക്നിക്കലി പഠിച്ചാൽ മാത്രമേ സിനിമയെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അധികാരമുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഇത്ര ലാഘവത്തോടെ അതിനെ കാണുന്നത്? അല്ല, ദാറ്റ് ഇസ് ഒരു ടൈം പാസ് പോലെയുള്ളൂ. അത് ആർക്കും ഒരു തോന്നി അങ്ങനെ they just did it. It's not about Kambuji. Kambuji is such a beautiful film and one of my best roles actually. എൻ്റെ കരിയറിൽ കിട്ടിയ വൺ ഓഫ് മൈ ഫൈനസ്റ്റ് ക്യാരക്ടർ ആസ് എ പെർഫോമർ. അത് ബിക്കോസ് ഓഫ് ദിസ് കഥകളി ഇമേജ് ആൻഡ് ഓൾ. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം. എന്താ അതിലെ മ്യൂസിക്, എം ജയചന്ദ്രൻ്റെ മ്യൂസിക് ആയാലും. ഇറ്റ്സ് എ റിയൽ ലൈഫ് സ്റ്റോറി ബേസ്ഡ് സിനിമ. സോ അല്ല, ട്രോളിൻ്റെ കാര്യം അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഫിലിം ദർ ആക്ച്വലി. ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് മൈ ഡാൻസിങ് ഇമേജ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കാംബോജി ദ മൂവി അൺഫോർച്ചുനേറ്റ്ലി. ആ പടത്തിൽ അങ്ങനെ ഒരു കഥകളിക്കാരനോട് അതെടുത്ത് അവർ വെച്ചു എന്നല്ലാണ്ട് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ മൂവി. അത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്ത സിനിമയാണ്. ആൻഡ് എനിക്ക് ഐ കോറിയോഗ്രാഫ്ഡ് അതിലൊരു സോങ്. അത് ഐ ഗോട്ട് എ സ്റ്റേറ്റ് അവാർഡ് ഫോർ ദാറ്റ്. ഗ്രേറ്റ് റെക്കഗ്നിഷൻ. ഞാൻ ആദ്യമായിട്ട് കൊറിയോഗ്രാഫി സിനിമയിൽ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഐ പ്ലാൻഡ് എവറിത്തിങ്. അതിൻ്റെ സോങ്ങിൻ്റെ സ്ക്രിപ്റ്റ് മുതൽ എവറി ഷോട്ട് I discussed with the director. I told him what it is. Everything. There was a graph for that whole song. And that's a beautiful composition, Jayachandran Chetana. So coming to your question, it has nothing to do with the film. It's my dancer image. അത് വെച്ചിട്ട് they are trying to project superhero films and all. അങ്ങനെ എന്തോ അങ്ങനൊക്കെ ആയിരുന്നു. പക്ഷേ ഓണസ്റ്റ്ലി ഞാൻ സത്യമായിട്ടും I used to enjoy it. I never, because അതൊന്നും അങ്ങനെ ഒരു പേഴ്സണൽ, I don't agree people getting, personal attacks I wouldn't appreciate. അതാരായാലും ഇതൊന്നല്ല, ഇതൊരു ടൈം പാസിന് ടു ലൈക്ക്. സോ അങ്ങനെ ഭയങ്കര രസികൻ ട്രോൾസ് ഉണ്ടായിരുന്നു അതിൽ. ദിസ് ഫെലോസ് വിത്ത് ചെലങ്ക and then one പുലി and all that. So that's, I don't know, at least I'm there in there. അവരെ മനസ്സിലിപ്പോൾ ഉണ്ടല്ലോ ജീവനോട്.